മോർണിംഗ്, വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മൾ ഒരു കൂട്ടുകറിയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഈ സദ്യക്കൊക്കെ കഴിക്കുന്ന കൂട്ടുകറി. ഇതെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു വിഭവമാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, ഇത് ഞാനൊരു 3/4 കപ്പ് കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പച്ചേത്തക്കായ, ഒരു 1/4 കിലോ ചേന കാണും. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ ശർക്കരയാണ്. ഇത് ശർക്കര പൊടിച്ചതാണ് കേട്ടോ. 1 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ജീരകം ഇല്ലേ, 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി. ഇതൊന്ന് അരച്ചെടുക്കണം. ഇനി ബാക്കിയുള്ള ചേനയും ഈ കായയും കൂടിയിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാവേ. നമ്മളിവിടെ ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ചേനയും ഈ കായയും കൂടി ഇട്ട് കൊടുക്കാവേ. ഈ കടല വേവിച്ച വെള്ളമുണ്ട്, അത് ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് വേറെ എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സ്വല്പം ചില്ലി പൗഡറും കൂടി ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, സ്വല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക, കാരണം ഈ ചേന വെന്ത് വരണമല്ലോ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. കടല ഉപ്പിട്ടാ പുഴുങ്ങിയേക്കുന്നത്. അപ്പൊ അതിനകത്ത് ആ വെള്ളം നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. നമ്മുടെ ഈ ചേനയും കായും കൂടെ വേവിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇതൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ കടല പുഴുങ്ങി വെച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ തേങ്ങയും ജീരകവും കൂടെ അരച്ചു വെച്ചിട്ടില്ലേ, അതും കൂടി ഈ സമയത്ത് നമുക്കിതങ്ങ് ചേർത്ത് കൊടുക്കാവേ. സ്വല്പ വെള്ളം ചെറിയ ജാറിനകത്ത് ഒഴിച്ച് അതും കൂടെ അങ്ങ് ആഡ് ചെയ്യണേ. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കിയേക്കണേ. ഇനി ഇതിലേക്കുണ്ടല്ലോ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരയില്ലേ, അതും കൂടെ അങ്ങ് ആഡ് ചെയ്യണേ. അപ്പൊ ഈ ശർക്കര പൊടി നമുക്ക് പാക്കറ്റിൽ കിട്ടും സൂപ്പർ മാർക്കറ്റിലൊക്കെ. അതാ കുറച്ചുകൂടെ സൗകര്യം, നമുക്കൊരു സ്പൂൺ ഇട്ടങ്ങ് എടുക്കാമല്ലോ. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിക്കണേ. നമ്മുടെ കായയും ചേനയും എല്ലാം നന്നായിട്ട് വെന്തതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് കടുക് താളിച്ചിട്ട് കൊടുത്താൽ മതി. നമ്മളിതുപോലെ ഒരു ചെറിയ പാൻ എടുത്തിട്ടുണ്ടല്ലോ, കുറച്ച് വെളിച്ചെണ്ണ, ഒരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണേ. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, പിന്നെ നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണേ. ഒന്ന് സിമ്മിലേക്ക് ആക്കിയിട്ട് തേങ്ങ ഇട്ട് കൊടുക്കാവുള്ളേ. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങയും ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതൊരു ബ്രൗൺ കളർ ആകണേ. നമ്മൾ എരിശ്ശേരിക്കൊക്കെ നമ്മളിതുപോലെ തേങ്ങ വറുത്തിടത്തില്ലേ, അതുപോലെ തന്നെ ഇത്. പിന്നെ ഇതിനകത്ത് അഡീഷണൽ നമ്മൾ ചേർക്കുന്ന ഒരു സ്വല്പം കുരുമുളക് ഇട്ട് കൊടുക്കും. ഒരു 1/4 ടീസ്പൂൺ കുരുമുളകാണേ. നേരത്തെ നമ്മൾ കുറച്ച് എരിവുള്ള മുളകും കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് അങ്ങനെ മുളക് പൊടി ഞാൻ ഇടുന്നില്ല. കൂട്ടുകറിക്കൊന്നും അങ്ങനെ ഒരുപാട് എരിവിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. നമ്മൾ ഈ ഓണത്തിനാണേലും കല്യാണങ്ങൾക്കൊക്കെ ആണേലും സദ്യക്കെല്ലാം വിളമ്പുന്ന ഒരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. ഓണത്തിനുള്ള വിഭവങ്ങളൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്, ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. മുളകൊക്കെ അങ്ങോട്ട് എണ്ണയ്ക്കകത്തോട്ട് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതിൻ്റെ ആ അരിയൊക്കെ ചിലപ്പം നമ്മുടെ ദേഹത്തോട്ട് മുഖത്തോട്ടൊക്കെ ഒന്ന് പൊട്ടി ഒന്ന് ചിലപ്പോൾ വരും. അപ്പം നിങ്ങൾ ഒരു സ്വല്പം ഒന്ന് മാറി നിന്നിട്ടൊക്കെ അങ്ങനെ ചെയ്യണം കേട്ടോ. അതായത് നമ്മുടെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി. ഇനി നമുക്കിത് കൂട്ടുകറിയിലേക്ക് അങ്ങ് ചേർക്കാം. സ്വല്പം ഒരു കൂട്ടുകറി ഇതിനകത്തേക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് കേട്ടോ. ഇനി നമുക്ക് തീയൊന്നും കത്തിക്കേണ്ട കാര്യമില്ലല്ലോ, കടുക് വറുത്ത് കഴിഞ്ഞ്. ഇനി 1 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ആ കറിക്കകത്തോട്ട് തന്നെ ഇറങ്ങിക്കോളൂ. വന്നിട്ട് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇവിടെ തയ്യാറായിരിക്കുന്നത്. കൂട്ടുകറി, സദ്യക്കൊക്കെ വിളമ്പുന്ന കൂട്ടുകറിയാണ്. നിങ്ങളെല്ലാവരും ഇത് ഓണത്തിന് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണം. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്